അച്ഛാ, എന്താണ് ഈ കടൽ വെഞ്ചിരിപ്പ്? ശക്തമായ ഇടിമിന്നൽ ദൈവാലയത്തിലേക്ക് പതിക്കുകയും അവൾ ആ ആഘാതം മുഴുവനും തൻ്റെ ശിരസിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരു മത്സ്യബന്ധന ബോട്ട് ഒരാഴ്ചയോളം കടലിൽ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മരണത്തെ മുഖാഭിമുഖം കണ്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് തങ്ങളുടെ അമ്മയുടെ സ്നേഹത്തെ പറ്റി. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് യാത്രയാകുമ്പോൾ അതിന് തൊട്ടു മുൻപ് രൂപവുമായി ആ ദൈവാലയത്തിലെ വൈദികർ അലങ്കരിച്ച ബോട്ടിലേക്ക് പ്രവേശിച്ച് കടലിൻ്റെ അടുത്ത് ചെന്ന് ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കൊണ്ട് അമ്മ ആശീർവദിക്കുമ്പോൾ ഈ കടലമ്മയോട് മഞ്ഞമ്മ പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ മക്കൾ, കുറച്ചു നാളത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആപത്തൊന്നും കൂടാതെ എൻ്റെ മക്കളെ കാത്തുകൊള്ളണം, മത്സ്യസമ്പത്ത് നൽകി അവരെ അനുഗ്രഹിക്കണം. അക്രൈസ്തവരായ ഒരുപാട് ആളുകൾ ആ മഞ്ഞുമാതാവിൻ്റെ നടയിൽ വന്ന് തിരികെത്തിച്ച് അവിടുത്തെ വൈദികരുടെ ആശീർവാദത്തോടു കൂടെയാണ് ഈ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അത് എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് ഈ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ദൈവാലയവും ആ ദൈവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരുപാട് വ്യക്തികളിൽ നിന്ന് വാട്സപ്പ് മെസ്സേജും അല്ലാതെയുള്ള സന്ദേശങ്ങളിലും എനിക്ക് ലഭിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അച്ഛാ, എന്താണ് ഈ കടൽ വെഞ്ചിരിപ്പെന്ന്? പ്രിയമുള്ളവരെ, കുറച്ചു പേർക്കെങ്കിലും ഇതറിയാൻ പറ്റും. കാരണം ഞങ്ങളുടെ കോട്ടപ്പുരം രൂപതയിലെ ഒരേ ഒരു ബസലിക്കയായ പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ ദൈവാലയ തിരുനാളുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഒരു ഭക്ത കർമ്മമാണ് ഈ കടൽ വെഞ്ചിരിപ്പ് എന്ന് പറയുന്നത്. ആ വാക്കിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് കടൽ വെഞ്ചിരിപ്പ്. കടൽ വെഞ്ചിരിക്കുന്നു. ഇപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഇവിടെ വന്നേക്കാം. എങ്ങനെയാണ് ഈ കടൽ വെഞ്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ കടൽ വെഞ്ചിരിക്കുന്നത്? പ്രിയമുള്ളവരെ, പള്ളിപ്പുറം ദൈവാലയ പരിസരത്ത് ചെന്നിട്ടുള്ളവർക്കറിയാം, പള്ളിപ്പുറം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു മണ്ണാണ്. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കൃപ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഒരാലയാണ്. ഇതിന് മഞ്ഞുമാതാവ് എന്ന് പേര് വരാനുള്ള കാരണം, മഞ്ഞിനെപ്പറ്റി കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇങ്ങനെ മഞ്ഞ് പൊഴിക്കുന്ന ഒരു രാത്രി എന്നൊക്കെ പറയുന്നത് വിദേശ രാജ്യങ്ങളിലൊക്കെ അത് പലപ്പോഴും കണ്ടിട്ടുണ്ടാകും, കേട്ടിട്ടുണ്ടാകും. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരവസ്ഥ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിക്കാത്ത ഒരിടത്ത് ടിപ്പു സുൽത്താൻ തൻ്റെ പടയോട്ട കാലഘട്ടത്ത് വൈപ്പിൻകരയുടെ മുനമ്പായ ആ ഭാഗത്തേക്ക് വരുമ്പോൾ പള്ളിപ്പുറത്തുണ്ടായിരുന്ന പരിശുദ്ധ അമ്മയുടെ ദൈവാലയം നശിപ്പിക്കാനായിട്ട് തീരുമാനിക്കാം. ആ സമയത്ത് ദൈവാലയത്തിലേക്ക് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം പേടിച്ചു ആ പരിസരത്തിലുള്ളവരെല്ലാവരും തന്നെ ദൈവാലയത്തിലേക്ക് അതിൻ്റെ പരിസരത്തേക്ക് ഓടിക്കൂടുകയാണ്. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയം മഞ്ഞുപോലുള്ള ഒരു മൂടുപടം കൊണ്ട് ആ ദൈവാലയത്തെയും അതിൻ്റെ പരിസരത്തെയും പൊതിഞ്ഞു വെക്കുകയും ടിപ്പുവിൻ്റെ കണ്ണിൽപ്പെടാതെ ആ ആലയത്തെ കാത്തു സൂക്ഷിക്കുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന പള്ളിപ്പുറം കോട്ട ഇപ്പോഴും അവിടെയുണ്ട്. അതിൻ്റെ അവശിഷ്ടങ്ങൾ. ആ കോട്ടയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതിൻ്റെ മേൽക്കൂര അവിടെയില്ല. കാരണം ടിപ്പു ഏകദേശം ഒരു ഊഹം വെച്ച് തൻ്റെ പീരങ്കി പ്രയോഗിച്ചപ്പോൾ കൊണ്ടത് പള്ളിക്കല്ല, മറിച്ച് കോട്ടയ്ക്കായിരുന്നു. പള്ളി അവിടെ സ്നേഹത്തിൻ്റെ അമ്മയുടെ പ്രതീകമായി അവിടെ നിൽക്കുകയാണ്. അന്നു മുതൽ അവിടെയുള്ള ഓരോ മക്കളും ഈ അമ്മയെ മഞ്ഞു പൊതിഞ്ഞ് നമ്മളെ കാത്തുപാലിച്ച അമ്മ എന്ന പേര് സൂചിപ്പിച്ചുകൊണ്ട് മഞ്ഞുമാതാവ് എന്ന് വിളിക്കാൻ ആരംഭിച്ചു. ചരിത്രം വീണ്ടും ഇങ്ങനെ അതിൻ്റെ സൗന്ദര്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും പല ഇടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഒരു കരുതൽ അവിടെയുള്ള വ്യക്തികൾ പല രീതിയിലും അനുഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ വിശുദ്ധവാര തിരുക്കർമ്മങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പെസഹ വ്യാഴാഴ്ച ദൈവാലയത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടി അന്ത്യത്താഴ ബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശക്തമായ ഇടിയും കാറ്റും മിന്നലും ഒക്കെ ഉണ്ടാവുകയാണ്. ശക്തമായ ഇടിമിന്നൽ ദൈവാലയത്തിലേക്ക് പതിക്കുകയും ആ ദൈവാലയത്തിന് ഒരു പോറൽ പോലും ഏൽക്കാതെ അതിന് മുകളിൽ സ്ഥാപിതമായിരുന്ന പരിശുദ്ധ കന്യകാമറിയം അത് ശിരസാ വഹിച്ചുകൊണ്ട് അവൾ ആ ആഘാതം മുഴുവനും
തൻ്റെ ശിരസിലേക്ക് സ്വീകരിക്കുകയാണ്. ശിരസിൽ അവൾ ധരിച്ചിരുന്ന കിരീടം ഛിന്ന ഭിന്നമായി പോയി എന്ന് അവിടെ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അനുഭവത്തിലൂടെ അവർ പങ്കുവയ്ക്കുന്നത് നമുക്കിപ്പോഴും കേൾക്കാൻ സാധിക്കും. ഏതാണ്ട് ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മത്സ്യബന്ധന ബോട്ട് ഒരാഴ്ചയോളം കടലിൽ ഇനി ജീവിതത്തിലേക്ക് തിരികെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ആ ബോട്ടിലുള്ളവർ, പഞ്ചുചേട്ടനാണ് അതിൻ്റെ ശ്രാങ്ക് എന്നാണ് എൻ്റെ ഓർമ്മ, അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അവരിത് പറയുമ്പോൾ അവരുടെ ആവേശം കാണണം. പ്രിയമുള്ളവരെ, ഇന്ന് നിലവിലുള്ള മത്സ്യബന്ധന ബോട്ടുകളുമായി അതിനെ താരതമ്യം ചെയ്യരുത്. അതിരാവിലെ പോയി ഉച്ചയോടുകൂടെ തിരിച്ചു വരാവുന്ന ഒരു ഒരുക്കം മാത്രമേ ആ ബോട്ടുകൾക്കുണ്ടായിരുന്നുള്ളൂ. എന്തോ യന്ത്രത്തകരാറും അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ചില അസ്വസ്ഥതകളും ഈ ബോട്ടിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ വന്നു. ആ ബോട്ടിലുള്ളവർ മരണം മുന്നിൽ കണ്ടതാ. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് പള്ളിപ്പുറം പള്ളിയുടെ മുന്നിലെ ബോട്ട് ജെട്ടിയിൽ വന്നെടുക്കുക. പ്രിയമുള്ളവരെ, മരണത്തെ മുഖാഭിമുഖം കണ്ടവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് തങ്ങളുടെ അമ്മയുടെ സ്നേഹത്തെ പറ്റിയാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് കരുതലോടെ ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രദേശമാണ് പള്ളിപ്പുറം മഞ്ഞുമാതാവിൻ്റെ പ്രദേശം. ഈ മഞ്ഞുമാതാവിനെ സ്നേഹത്തോടുകൂടെ മഞ്ഞമ്മ എന്ന് വിളിക്കാറുണ്ട്. അത് എല്ലാവരും വിളിക്കാറില്ല. പക്ഷേ അവിടെ ജനിച്ച് വൈദികനായി കർമ്മലീത്ത സന്യാസ സഭയുടെ ഡെഫിനിറ്റർ ജനറലൊക്കെ ആയിരുന്ന അൽമേഡ അച്ഛൻ പരിശുദ്ധ മഞ്ഞുമാതാവിനെ മഞ്ഞമ്മ എന്ന് വിളിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, ഈ മഞ്ഞമ്മ കടലമ്മയെ കാണാൻ പോകുന്ന ഒരു സുന്ദരമായ ഒരനുഭവമാണ് ഈ കടൽ വെഞ്ചിരിപ്പ് എന്ന് വേണമെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് യാത്രയാകുമ്പോൾ അതിന് തൊട്ടു മുൻപ് ഏതാണ്ട് 30-ാം തീയതിയാണ് അവിടെ ദൈവാലയത്തിൻ്റെ തിരുനാളിൻ്റെ കൊടികയറ്റം. അതിന് മുമ്പ് രാവിലെ ഏതാണ്ട് 10 മണിയോടുകൂടെ ആ ദൈവാലയത്തിലെ പ്രധാന 2 രൂപങ്ങളും പരിശുദ്ധ അമ്മയുടെ വലിയ പ്രതിഷ്ഠയായ ചെറിയ പ്രദക്ഷിണത്തിന് കൊണ്ടു നടക്കുന്ന രൂപവുമായി ആ ദൈവാലയത്തിലെ വൈദികർ അലങ്കരിച്ച ബോട്ടിലേക്ക് പ്രവേശിച്ച് കടൽവായിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ കടലിൻ്റെ അടുത്ത് ചെന്ന് കടലിന് അഭിമുഖമായി നിന്ന് ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം കൊണ്ട് കടലിനെ നോക്കി അതിനെ കുരിശാകൃതിയിൽ അമ്മ ആശീർവദിക്കുമ്പോൾ അത് മഞ്ഞമ്മ കടലമ്മയെ സന്ദർശിക്കുന്നതല്ലാതെ മറ്റെന്താണ് അവിടെ സംഭവിക്കുന്നത്? എലീശോമ്മയെ സന്ദർശിക്കാൻ പോയ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ഒരു പ്രദക്ഷിണം ഇവിടെ നമുക്ക് പ്രതീകാത്മകമായിട്ട് ദർശിക്കാൻ സാധിക്കും. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ദൈവാലയത്തിൽ പ്രതിഷ്ഠിതമായിരുന്ന രൂപം കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ട് കടലിനെ ആശീർവദിക്കുമ്പോൾ ഈ കടലമ്മയോട് മഞ്ഞമ്മ പറയുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ മക്കൾ കുറച്ചു നാളത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. ആപത്തൊന്നും കൂടാതെ എൻ്റെ മക്കളെ കാത്തുകൊള്ളണം, മത്സ്യസമ്പത്ത് നൽകി അവരെ അനുഗ്രഹിക്കണം എന്നല്ലേ ആ അമ്മ കടലമ്മയോട് പറയുന്നത്. പ്രിയമുള്ളവരെ, കടൽ വെഞ്ചിരിപ്പ് അത് തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട മക്കളെ കടലമ്മയുടെ നെഞ്ചിലേക്ക് ഏറ്റുമ്പോൾ ആപത്തൊന്നും കൂടാതെ എനിക്ക് തിരിച്ചു തന്നേക്കണം, അവരെ മാത്രം തന്നാൽ പോരാ, നിന്റെ കുറച്ച് സമ്പത്ത് കൂടെ അവർക്ക് കൊടുക്കണം, കാരണം അവർക്ക് എൻ്റെ തിരുനാൾ ആഘോഷിക്കാനുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ കടലമ്മയെ മഞ്ഞമ്മ സന്ദർശിക്കുന്ന സുന്ദരമായ ഒരനുഭവമാണ് ഈ കടൽ വെഞ്ചിരിപ്പിലൂടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, 30-ാം തീയതി ആരംഭിച്ച് ഏതാണ്ട് ഓഗസ്റ്റ് 15-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന തിരുനാൾ ആഘോഷം. അവിടെ പോയിട്ടുള്ളവർക്കറിയാം, ആ ദൈവാലയവും അതിൻ്റെ പരിസരവും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ആർദ്രതയുടെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെയൊക്കെ വല്ലാത്തൊരു അനുഭവം ആ ദൈവാലയത്തിനകത്തും പുറത്തുമൊക്കെ നടക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ആ ദൈവാലയത്തിന് പുറത്ത് കായലോരത്തിനടുത്തായി വളരെ സുന്ദരമായ ചെറിയൊരു കപ്പേളയുണ്ട്. ആ കപ്പേളയിൽ സ്ഥാപിതമായിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപം നോക്കുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുള്ളൊരു തോന്നലുണ്ട്, അമ്മയ്ക്ക് ഇച്ചിരി ഭംഗി കുറവാണ്. അപ്പോൾ ഭംഗി കുറവായ അമ്മയെ നോക്കി എന്തുപറ്റി നിനക്ക് എന്ന് ചോദിക്കുമ്പോൾ അമ്മ സ്നേഹത്തോടെ പറയുന്നൊരു മറുപടിയുണ്ട്, എൻ്റെ കൃപ മുഴുവനും ഇവിടേക്ക് വരുന്നവർക്ക് ഞാനിങ്ങനെ വാരിക്കോരി കൊടുക്കുക. ദൈവാലയത്തിലേക്ക് വരുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ അതിന് മുന്നിലേക്ക് വരാറുണ്ട് എന്നത് മറ്റൊരു സത്യം.
അത് ക്രൈസ്തവർ തന്നെയല്ല, അക്രൈസ്തവരായ ഒരുപാട് ആളുകൾ ഈ ബോട്ട് ജെട്ടിയിൽ കൊണ്ടുപോയി ബോട്ട് നിർത്തി ആ മഞ്ഞുമാതാവിൻ്റെ നടയിൽ വന്ന് തിരികത്തിച്ച് അവിടുത്തെ വൈദികരുടെ ആശീർവാദത്തോടു കൂടെയാണ് ഈ ബോട്ടുകൾ മത്സ്യബന്ധനത്തിനായിട്ട് പോകുന്നത്. പ്രിയമുള്ളവരെ, ഇത് ഒരു സുന്ദരമായ ഒരു അനുഭവം തന്നെയാണ്. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ അമ്മ നമുക്ക് നൽകുന്ന സുന്ദരമായ സന്ദേശം: നിങ്ങൾ എവിടെ പോയാലും എങ്ങനെ പോയാലും നിങ്ങളെ വിട്ടുപിരിയാതെ ഞാനുണ്ടാകും. അതെ, സ്വന്തം മകനെ അത്രമാത്രം സ്നേഹിച്ചവള പരിശുദ്ധ കന്യകാമറിയം. 30 വർഷം കൂടെ നിർത്തി പരസ്യ ജീവിതത്തിന് ഇറങ്ങിപ്പോയപ്പോൾ അവൾ അവൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഒടുവിൽ കുരിശിൻ ചുവട്ടിൽ അവൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പ്രിയമുള്ളവരെ, ആ മകൻ്റെ കൂടെ എന്നും നടന്നിരുന്ന ഈ അമ്മ ആ മകൻ്റെ സഹോദരങ്ങളായ നമ്മളുടെ കൂടെ നടക്കാതിരിക്കുമോ? അമ്മയുടെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. അത് എന്തൊക്കെ സംഭവിച്ചാലും ഉണ്ടാകും എന്നൊരു ഉറപ്പാണ് ഈ പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ ദൈവാലയവും ആ ദൈവാലയത്തിലെ തിരുനാൾ ആഘോഷങ്ങളും അവിടെ നടക്കുന്ന ഓരോ ആചാര അനുഷ്ഠാനങ്ങളും നമ്മോട് പങ്കുവയ്ക്കുന്നത്. ആ അമ്മയെ എന്നും കൂടെ കൊണ്ടു നടക്കാൻ, അമ്മയുടെ സാന്നിധ്യം ആസ്വദിച്ച് പുത്രനിലേക്ക് നടന്നെടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പരിശുദ്ധ മഞ്ഞുമാതാവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.